ഹായ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും വുഡിൻ്റെ പാർക്ക് അല്ലെങ്കിൽ വുഡൻ ഫ്ലോർ ഷീറ്റുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ടെക്സ്ചർ ചെയ്യുമ്പോൾ വുഡൻ ഫ്ലോർ മാത്രമല്ല, കോൺക്രീറ്റ് ആയാലും എന്തായാലും ചെയ്യാം. ടെക്സ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചേഴ്സ് നമ്മൾ പല വർക്കുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടൈലിൻ്റെ ടെക്സ്ചർ ആവല് അടുത്ത ടൈലിൻ്റെ ആ ഒരു ഡിഫറൻസ് എങ്ങനെ വരുത്തിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരുടെയും വർക്കുകൾ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ഫ്ലോർ ജനറേറ്റർ പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിലും പക്ഷെ അത് ആ സംഭവം ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ടെക്സ്ചർ ഒരേപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സംഗതി എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്തു നോക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അത് ചെയ്യുന്ന പോലെ തന്നെ ഫ്ലോർ അരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തു, ഒരു അളവ് കൊടുത്തു, അതിന് ഫ്ലോർ ജനറേറ്റർ കൊടുത്തു. ഓക്കെ, ഞാൻ കൊടുക്കുന്നത് 10 സെൻറ്റിമീറ്റർ 10 മീറ്റർ ആണ് ഫ്ലോർ ഉണ്ടാക്കും. ഗ്രൗണ്ട് ലെങ്ത് വേണ്ട. എക്സ്ട്രൂഷൻ 1 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. അത് ബിവൽ 5 mm ആണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു മോഡലുണ്ട്. ഓക്കെ, ഞാൻ അതിനൊരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനത്തെ ഒരു വേറൊരു മാപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഷോ മാപ്പ് കൊടുത്തു. ഇപ്പോൾ കൊടുക്കുന്നത് ഈ നിലയ്ക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UW മാപ്പിംഗ് കൊടുക്കും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഒരു 10 കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വാല്യൂക്ക് അതിനെ പോകുന്നു. നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കണം. ആംഗിൾ സ്നാപ്പ് യൂസ് ചെയ്താണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അത് കോപ്പി ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാൻ ഇനി അതിന് മറ്റൊരു മാർഗം ഞാൻ നോക്കുക. അപ്പോൾ ഈ സാധനത്തിന് ഞാൻ പിടിച്ച് എഡിറ്റർ പോളിയേക്കും. ഓക്കെ, ഇതിനെ ഞാൻ അൺറാപ്പ് UW എന്ന് പറയുന്ന സംഗതി കൊടുത്തു. ഓക്കെ, ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ പോളിഗൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സാധനം സെലക്ട് ചെയ്തു, കൺട്രോൾ A പിടിച്ച് എല്ലാ സംഭവം സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ UV എഡിറ്റർ എന്ന് പറയുന്ന സംഭവം എടുത്തു. അതിൽ നമുക്ക് മാപ്പിങ്ങിൽ ഫ്ലാറ്റ് ആൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ പിടിച്ചേക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനൊരു സംഭവം വരും. ഓക്കെ കൊടുക്കുക. വന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്
ഈ ഒരു രീതിയിൽ കിട്ടി. നമ്മളെ മാപ്പ് ഞാൻ അതിനെ കോപ്പി എടുത്തു, പേരൊന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് ഈ മാപ്പിനെ ഞാൻ ചെയ്യുന്നത് ടൈലിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടൈലിങ് ഇത്തിരി കൂട്ടി കൊടുത്തു. ഇവിടെ നമ്മൾ ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ് ഇപ്പുറത്ത്. ഏത് നമ്മൾ UVW മാപ്പ് കൊടുത്താൽ ഈ ഒരു ടെക്സ്ചർ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുക. ഓക്കെ, ഇതിൽ അങ്ങനെ ഒരു റിപ്പീറ്റ് വന്നിട്ടുണ്ടാവില്ല. ഓരോ പ്ലെയിനും, അതായത് ഓരോ ഇതിനും ഓരോ ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഡിഫറൻസ് അതിൽ ടെക്സ്ചറിൽ വരുത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡാണ് ഞാൻ എൻ്റെ വർക്കുകളിൽ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയും. സെയിം സംഭവം തന്നെ നമുക്ക് കോൺക്രീറ്റിലൊക്കെ ചെയ്യാൻ പറ്റും. കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി ഉണ്ടാവും. മാപ്പ് മാറ്റി കൊടുക്കണം എന്നുള്ളതല്ല, വേറെ ഒന്നുമില്ല. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഫ്ലോർ ജനറേറ്റർ എടുത്തു. പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ സംഗതി ഒന്ന് മാറ്റി. എക്സലാണോ റേഡിയസ് ഞാനൊരു 0.5 ഓക്കെ. ഞാൻ അപ്പം തന്നെ പിടിച്ച് ഹോളിയാക്കും. കൺവേർട്ടർ എടുത്തോളൂ പോയി. ഓക്കെ, മെറ്റീരിയൽ എടുത്തു. നമ്മളൊരു വിത്ത് മാപ്പ്, ഏതെങ്കിലും ഒരു വിത്ത് മാപ്പ്, ഒരു ക്രാക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ കൊടുക്കും. അത് കൊടുത്തു. വന്നിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. ഞാൻ അതിനെ പിടിച്ച് അൺറാപ്പ് UW കൊടുത്തു. എന്ത് ചെയ്തു, പോളിഗൺ എടുത്തു, കൺട്രോൾ A കൊടുത്തു, ഓപ്പൺ UV എഡിറ്റർ കൊടുത്തു, മാപ്പിംഗ് കൊടുത്തു, ഫ്ലാറ്റർ മാപ്പിംഗ് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്തായി, നമ്മളെന്താ ചെയ്യുന്നത്, വീണ്ടും മാപ്പിങ്ങിൽ വന്നു. ഈ സാധനം ടൈലിങ് ഇത്തിരി കൂട്ടി കൊടുത്തു നോക്കുക. കണ്ടോ, ഒരുപാട് ഡിഫറൻസ് അതിൽ വന്നു. ഓരോ ടൈലും യൂണീക്കായി. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് എന്ത് മെറ്റീരിയലും ഇതുപോലുള്ള പാറ്റേൺസിലും പ്രയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സംഗതി ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ പോലെ കിട്ടും. ഇതാവുമ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ഇത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു സംഗതി. ഞാൻ എല്ലാ വർക്കിലും സാധാരണ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്.
നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു.